പ്രവാസി ഇന്ത്യക്കാരുടെ വിദേശ സ്വത്ത്, ഇൻകം, ബാങ്ക് അക്കൗണ്ട്, ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതും ആയിക്കോട്ടെ, ഇതിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന ഇന്ത്യയിലെ നിയമങ്ങൾ ഏതൊക്കെയാണ്? മെയിനായിട്ട് ഇൻകം ടാക്സ് ആക്ട്, അതുപോലെ തന്നെ ഫെമ റെഗുലേഷൻസ്, അതാത് രാജ്യങ്ങളുമായിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്, BMA ആക്ട് 2015 തുടങ്ങിയ നിയമങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആരാണ് റെസിഡൻ്റ് ആവുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ റെസിഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഫോറിൻ അസറ്റ് ഉണ്ട്, ചെറിയ മൈനറായിട്ടുള്ള അസറ്റ് ആണെങ്കിൽ ഈ പറയുന്ന പെനാൾട്ടീസ്, പ്രൊവിഷൻസ് ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് 20 ലക്ഷത്തിന് മേലെയുള്ള അസറ്റ് ഉണ്ടെങ്കിലാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസും പെനാൾട്ടീസും ആപ്ലിക്കബിൾ ആകുന്നത്. നേരത്തെ ഇത് 5 ലക്ഷം രൂപയായിരുന്നു. പുതിയ ഫൈനാൻഷ്യൽ ഇയറിൽ ഇത് 20 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം നിങ്ങൾ അത് കംപ്ലൈ ചെയ്യേണ്ടെന്നല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ റെസിഡൻ്റ് ആണ്, വിദേശത്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റ്, മറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ITR ഫയൽ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.